ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കോസ്കോയുടെ ഫുൾ ടൂർ കാണിച്ചു തരാം. കോസ്കോയിൽ ഷോപ്പ് ചെയ്യാൻ യു നീഡ് എ മെമ്പർഷിപ്പ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തേക്കാം. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് മെൻസ് വെയർ കാണാം, പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫുൾ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ കാണാം. പിന്നെ ഡിറ്റർജൻറ്റ് നമുക്ക് നല്ല പ്രൈസിങ്ങിലും നല്ല ക്വാണ്ടിറ്റിയിലും കിട്ടും. ഒക്ടോബറിൽ ഹാലോവിൻ വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ ഐറ്റം ഒക്കെ ഇപ്പോൾ തന്നെ വന്നു. പിന്നെ ഇത് ഡൈസൻ്റെ എല്ലാം പ്രോഡക്ട്സും ഇവിടെ കാണാം നമുക്ക്, ആൻഡ് ഗുഡ് പ്രൈസിങ്ങിലാണ് കാണാൻ പറ്റും. ഇടയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല ഡീൽസിലൊക്കെ സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഇത് കംഫർട്ടർ ഉണ്ട്, ത്രോ ഉണ്ട്, ഫ്ലോർ മാറ്റ് ഉണ്ട്, പിന്നെ ഫ്ലോർ റണ്ണർ ഉണ്ട്, പിന്നെ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അവിടെ വെറൈറ്റീസ് ഓഫ് ഡ്രൈഡ് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഡ്രൈഡ് മാംഗോ ഇഷ്ടമാണ്, അപ്പോൾ അതെടുത്തു. ഡൈസൺ സെക്ഷനിൽ നിൽക്കുമ്പോൾ മാത്രം ഞാൻ വിക്കിനെ തിരയുമ്പോൾ വിക്കി എൻ്റെ അടുത്ത് കൂടി ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ആ സ്ഥലം വിട്ട് ഞാൻ വേറെ സെക്ഷനിൽ പോയാൽ അവിടെ ആളുണ്ടാവും. തുണി ഉണക്കാൻ വെക്കാൻ സാധനമുണ്ട്, സ്റ്റീമർ ഉണ്ട്, പിന്നെ വെറൈറ്റീസ് ഓഫ് ബ്രാൻഡഡ് സൂട്ട് കേസസ് ഉണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ കിച്ചൺ ആക്സസറീസിൻ്റെ സ്ഥലത്തിൽ വന്നിട്ടുണ്ട്. ഇതെനിക്ക് ഈ സാധനം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് നല്ല മൾട്ടിപർപ്പസ് യൂസാണ്. ഈ സാധനം നമ്മൾ ആക്ച്വലി വുഡൻ സോഫ ആൻഡ് വുഡൻ ചെയറിൻ്റെ താഴത്തൊക്കെ ഒട്ടിക്കുന്ന സാധനമാണ്. ഇത് സ്റ്റിക്കർ വാൾ ഹാങ്ങിങ് ക്ലിപ്പാണ്, നിറയെ കിട്ടുന്നുണ്ട്. ഇത് സിംഗിൾ പീസൊക്കെ നല്ല റേറ്റ് ആയിരുന്നു നമ്മളുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ, അപ്പോൾ നല്ല വർത്തായിരുന്നു. സ്ട്രിപ്പായിട്ടിരിക്കുന്ന ഡബിൾ സൈഡ് ടേപ്സും ഉണ്ടായിരുന്നു ഇവിടെ. ഡബിൾ സൈഡ് ടേപ്പും കണ്ടു, അറൗണ്ട് 6 ഉണ്ടായിരുന്നു അതിൽ. ഫോട്ടോ ഫ്രെയിമിനെ കണ്ടു, അറൗണ്ട് 7 പീസസ് ഉണ്ട് അതിൽ, ആൻഡ് നല്ല പ്രൈസിങ്ങിലായിരുന്നു. നെക്സ്റ്റ് അതിൽ പോയപ്പോൾ ഫുൾ ഓഫ് ലൈറ്റ്സ് ആയിരുന്നു. സ്പോട്ട് ലൈറ്റ്സ് കണ്ടു, ഗാർഡൻ ലൈറ്റ്സ് കണ്ടു, LED ലൈറ്റ്സ്, സോളാർ ലൈറ്റ്സ്, ആൻഡ് നിറയെ ലൈറ്റ്സ് ഉണ്ടായിരുന്നു ആക്ച്വലി. ഈ ഏരിയ ഫുൾ ഫുഡ് സെക്ഷനാണ്. ഇവിടെ നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് എല്ലാ സാധനം ബൾക്കിൽ കിട്ടും, ആൻഡ് വിത്ത് എ ഗുഡ് പ്രൈസിങ്. പിന്നെ ബേക്കറിയും ഉണ്ട്. കോസ്കോയിൽ ഏറ്റവും എൻജോയ് ചെയ്യുന്നത് വന്നിട്ട് എനിക്ക് ഈ സാധനമാണ്. നമുക്ക് എവിടെ പോയാലും ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫുഡ്സ് അവൈലബിൾ ആയിട്ടുണ്ടാവും. അവിടെ വന്ന പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ അവർ വന്നിട്ട് ഒരു ടേസ്റ്റ് ടെസ്റ്റിംഗ് ഉണ്ടാവും. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ആ സാധനം എടുക്കാം. കോസ്കോയിൽ തന്നെ ബേക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ട്, ലൈക്ക് കേക്ക്സ് ഉണ്ട്, ക്രോസോൺസ് ഉണ്ട്, മഫിൻസ് ഒക്കെ ഉണ്ട്. സോ എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈവൻ ബ്രെഡ്സ് വന്നിട്ട് അവർ ചെയ്തതൊക്കെ ഉണ്ട്. എനിക്ക് ടർക്കിഷ് സാവർഡോ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഫ്രഷ് മീറ്റ് കിട്ടും, നല്ല ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ കിട്ടും. വലിയ ഫാമിലി ആണെങ്കിൽ മേടിച്ച് കഴിക്കാൻ നല്ല ലാഭമായിട്ടുണ്ടാവും. പിന്നെ ഇവിടെ നമുക്ക് ടേക്ക് ആൻഡ് ബേക്ക് ലാർജ് പിസ്സ ഉണ്ട്. ഇത് നമുക്ക് മൈക്രോവേവിൽ വെച്ചാൽ മതി, പെട്ടെന്നായിരിക്കും. ലാർജ് സെക്ഷൻ ഉണ്ട് ടോയ്ലറ്ററീസിന്. കിച്ചൺ റോൾസ് ഉണ്ട്, ടോയ്ലറ്റ് റോൾസ് ഉണ്ട്, ഡിറ്റർജൻറ്റ് ആൻഡ് ക്ലീനിങ് ലിക്വിഡ്സ് ഉണ്ട്. ഈ ഒരു ഏരിയ ഫുൾ നമുക്ക് ഫ്രോസൺ ഐറ്റംസ് ആണ്. കാണാൻ തന്നെ നന്നായിട്ടുണ്ടാവും. ഞങ്ങൾ കോസ്കോ വന്നിട്ട് സമയം പോയത് തന്നെ അറിഞ്ഞില്ല. ഇവിടെ തന്നെ അറൗണ്ട് 3 hours എടുത്തു. പക്ഷേ ഇവിടെ ഉള്ളിരുന്ന വരെ നമുക്ക് ആ ഫുഡ് കഴിക്കണം എന്നൊന്നും തോന്നിയിട്ടേ ഇല്ല.
ഈ സെക്ഷൻ ഫുൾ ബേബി ഡൈപ്പേഴ്സ് ആണ്. ബോയ്സ് ആൻഡ് ഗേൾസിന് സെപ്പറേറ്റ് ഡൈപ്പേഴ്സ് ഉണ്ട്. ഒരു ബോക്സിൽ തന്നെ അറൗണ്ട് 180 പീസസ് ഉണ്ട്. സോ നല്ല ലാഭത്തിലാണ് ഇത് കിട്ടുന്നത്. ഇവിടെ വെറൈറ്റീസ് ഓഫ് ബേബി വൈപ്സ് ഉണ്ടായിരുന്നു. ഞാൻ എടുത്തത് വാട്ടർ വൈപ്സ് ആണ്. അവിടെ സെപ്പറേറ്റ് ആയിട്ട് ഓയിൽ സെക്ഷൻ കണ്ടു. വെറൈറ്റീസ് ഓഫ് ഓയിൽ ലൈക്ക് ഗീ കിട്ടി എനിക്ക്, അവക്കാഡോ, കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ, മസ്റ്റർഡ് ഓയിൽ, എല്ലാ ഓയിൽസും ഉണ്ടായിരുന്നു. ഫേസ് വാഷ് ഉണ്ടായിരുന്നു, ബോഡി വാഷ് ഉണ്ടായിരുന്നു, ബാത്ത് സോൾട്ട് ഉണ്ടായിരുന്നു, ഷാംപൂസ് ഉണ്ടായിരുന്നു, കണ്ടീഷണേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബില്ലിങ്ങിലോട്ട് എത്തി. അപ്പോൾ ഞങ്ങളെല്ലാം ബില്ലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഫുഡ് കോർട്ടിൽ എത്തിയോടെ നല്ല വിശപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ ആ സ്മെല്ല് കേട്ടപ്പോൾ തന്നെ ഭയങ്കര വിശപ്പ് സ്റ്റാർട്ടായി. അപ്പോൾ ഞങ്ങൾ 3 പിസ്സ മേടിച്ചു, പിന്നെ ഒരു മാംഗോ സ്മൂത്തി മേടിച്ചു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അപ്പോൾ ഇതുവരെ ഞാൻ ഷോപ്പിംഗ് ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയാ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് മേടിച്ചത് നമ്മളുടെ വിഹാന്റെ സാധനമാണ്. വിഹാന്റെ ഡൈപ്പറാണ് ഇത്. ആക്ച്വലി അവിടെ നിന്ന് മേടിക്കുന്നത് ഭയങ്കര ലാഭമാണ്. എന്തെന്ന് വെച്ചാൽ എല്ലാം അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ ബൾക്കിൽ എടുക്കുന്നുണ്ടോ അതിനൊക്കെ നല്ല ലാഭമുണ്ട്. ഈ പാക്കിന്റെ ഉള്ള അറൌണ്ട് 184 ഡൈപ്പേഴ്സ് ഉണ്ട്. സോ ദാറ്റ് ഇത് കുറെ ദിവസം ഓടുന്നാണ് ഒരു പ്രതീക്ഷ. ലെറ്റ്സ് സീ. പിന്നെ ഞാൻ ഞങ്ങളുടെ കിച്ചണിൽ ഇടാനുള്ള ഒരു മാറ്റ് എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കിച്ചണിന്റെ മാറ്റ് അത്ര ഇപ്പോൾ ശരിയില്ല. സോ അതുകൊണ്ട് ഞങ്ങൾ വേറെ ഒരു മാറ്റ് മാറ്റാവുന്ന ഒരു പ്ലാനിൽ ഒരെണ്ണം എടുത്തു. പിന്നെ കഴിക്കാനുള്ള സാധനമാണ് ഞങ്ങൾ നിറയെ എടുത്തിരിക്കുന്നത്. പിന്നെ ഏട്ടൻ ഭയങ്കര ജിം കോൺഷ്യസ്, പിന്നെ അതല്ലാതെ ഹെൽത്തി ഫുഡ്സ് മാത്രം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിളാണ് ക്യൂക്കമ്പർ. അപ്പം ഞാൻ അതെടുത്തു. ഒന്ന് വെജിറ്റബിൾ പറഞ്ഞ ഒന്ന് കുക്കിംഗ് ഇങ്ങനത്തെ സാധനം വേണമല്ലോ. അപ്പോൾ ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്, ബട്ടർ ബിസ്ക്കറ്റ്. അപ്പൊ ഏട്ടയ്ക്ക് അത് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇത് ഇഷ്ടമാണ്. പിന്നെ അത്യാവശ്യമായിട്ട് ഞങ്ങൾ എഗ്ഗ് മേടിച്ചു. ഇത് നമ്മളുടെ 30 eggs ഉണ്ട്. ആക്ച്വലി നമ്മൾ ഈ നമ്മളുടെ കോൾസിലൊക്കെ പോയി മേടിക്കുമ്പോൾ ഇതിനൊക്കെ നല്ല റേറ്റ് വരും. അപ്പോൾ ഇവിടെ ബൾക്കിൽ മേടിക്കുമ്പോൾ ദിസ് വാസ് അറൌണ്ട് ഓൺലി $12 ഐ തിങ്ക്. സോ ഭയങ്കര ലാഭമായിരുന്നു. പിന്നെ പിസ്താഷ്യോ ഞാൻ കോൾസിൽ കണ്ടു, എനിക്ക് അത്ര പിടിച്ചില്ല ടേസ്റ്റ് വൈസ്. ശരി, ഇവിടെ മേടിച്ചിട്ടുണ്ട്, എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മേടിച്ചതാ. ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം എനിക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ. നല്ല നോക്കാൻ നല്ല ക്വാളിറ്റി ഉള്ള സാധനം പോലെ തന്നെ ഉണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് ബേക്കൺ. എല്ലാം എൻ്റെ ഫേവറേറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ നിറയെ ഫേവറേറ്റ്സ് പറയും, സോ അതുകൊണ്ട് അത് മൈൻഡ് ആക്കല്ലേ പ്ലീസ്. പിന്നെ ബേക്കൺ മേടിച്ചിട്ടുണ്ട്. പിന്നെ ബേബി സ്പിനാച്ച്, മാൻഡറിൻസ് മേടിച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് എന്ന് പറയാം. വെറുതെ എടുത്ത് കഴിക്കും, എനിക്ക് ചിലപ്പോൾ വിശക്കും. പിന്നെ ഏട്ടൻ എനിക്ക് ഷുഗർ ഒന്നും കഴിക്കാൻ പാടില്ല പറഞ്ഞപ്പോൾ ഞാൻ അത് കഴിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് 2-3 സാധനം എനിക്ക് എന്തൊക്കെ ഇഷ്ടം അതൊക്കെ എടുത്തത്. അപ്പൊ ഇതൊന്ന് സ്വീറ്റ് ക്രേവിങ്സ് ഒഴിവാക്കാനാണ് ഇങ്ങനത്തെ നല്ല ഹെൽത്തി ഫുഡ്സ് ഒക്കെ മേടിച്ച് വെച്ചിരിക്കുന്നത്. എനിക്ക് മാംഗോസ് ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങള് പാലക്കാടിലിരുന്നപ്പോൾ ഞാൻ അവിടെ നമ്മുടെ അൽത്തൈമേഴ്സ് ആണോ അഫ്ജാനോ അവിടെ നിന്നാണ് തോന്നുന്നു, അവിടെ നിന്ന് ഈ മറ്റേ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഡ്രൈ മാംഗോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് മേടിച്ച് നോക്കാം, ഇവിടുത്തെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്.
പിന്നെ അതല്ലാതെ ഞങ്ങളുടെ കിച്ചൺ വൈബ്സ് തീർന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം ഞാനൊരു ബണ്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് കുറേ നാൾ വരും. സോ അതുകൊണ്ട് കുഴപ്പമില്ല, കുറേ നാൾ ഓടിക്കോളും. അതല്ലാതെ ഞങ്ങൾ മേടിച്ചിരിക്കുന്നത് ഈ ലോണ്ട്രി സാനിറ്റൈസർ ആണ്. തുണികൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് വില കുറവായിട്ടും ഉണ്ടായിരുന്നു. നമ്മളുടെ ഈ മറ്റേ എപ്പോഴും ഈ കോസ്കോ എന്ന് പറയുന്ന ഷോപ്പ് വന്ന് നമുക്ക് ഏതെങ്കിലും ബൾക്കായിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് മുന്നിലെ കരുതി കൂട്ടിയിട്ട് പോയിട്ട് മേടിക്കാം. ഇത് എപ്പോഴും പോയി 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 മേടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുമോ എനിക്ക്? അത് കുറച്ച് എക്സ്പെൻസീവ്. ബൾക്കായിട്ട് സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് നിങ്ങൾ പോയി മേടിക്കുന്നത് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും. പിന്നെ പ്രൈസ് സേവിങ് ആയിട്ടും ഉണ്ടാവും. അതർവൈസ് നിങ്ങൾക്ക് നമ്മളുടെ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഞങ്ങൾ ഡേ ടു ഡേ ഒരു വീക്കായി ഞങ്ങൾ പോയിട്ട് മേടിക്കാറുണ്ട് അല്ലേ. ഞങ്ങൾക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ വീക്ക്ലി ഞങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാൻ എന്തൊക്കെയാ വേണമെന്ന്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ തന്നെ എല്ലാം നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് എല്ലാം സൂപ്പർ മാർക്കറ്റിലും മേടിക്കാം, പിന്നെ കോസ്കോയിലും മേടിക്കാം. എനിക്ക് കോസ്കോ മെയിനായിട്ട് ഞാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് വിഹാന്റെ മേടിക്കണം എന്ന്. അതല്ലാതെ എനിക്ക് ഈ കോസ്കോ പോകണം ഞാൻ 2 വർഷമായിട്ട് ഈ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. അപ്പൊ വിഹാന്റെ കാര്യം മേടിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയി. പിന്നെ അമ്മ വന്നുകൊണ്ടും പിന്നെ എന്റെ അമ്മ വന്നതുകൊണ്ടും അപ്പൊ അങ്ങനെ കോസ്കോ കാണിക്കാന്ന് വിചാരിച്ചു. അമ്മ മാത്രല്ല, അപ്പൊ ഞാനും കണ്ടു. ഈ പ്രാവശ്യം നമ്മൾ മറ്റേ ഇത് കണ്ടില്ലല്ലോ, ടെഡി. ഞാൻ കോസ്കോ പോയ എനിക്ക് നല്ല ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല ഹൈറ്റ് ഉള്ള ടെഡി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം പോയപ്പോ ഞാൻ കണ്ടില്ല. ഞാൻ മേടിച്ചിട്ടുണ്ടാവും. അപ്പൊ അത്രയുള്ളൂ ഇതുവരെ എല്ലാരും കണ്ടവർക്ക്. ഞാൻ ഇത്രയും മേടിച്ചില്ല, വേറെ ഒന്നും മേടിച്ചില്ല. അപ്പോ ഇതുവരെ കണ്ടവർക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.